നമസ്കാരം. പ്രധാന വാർത്തകൾ. പതിനഞ്ചടി താഴ്ചയിൽ നിന്ന് ലോറി കണ്ടെത്തിയതായി മാൽപ്പെ. തലകീഴായി കിടക്കുന്ന നിലയിൽ. ശിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ. CP4 മാർക്കിൽ നിന്ന് 30 മീറ്റർ അകലെയായി 15 അടി താഴ്ചയിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത്. 2 ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏത് ലോറി എന്ന് പറയാനായിട്ടില്ലെന്ന് അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞു. ട്രക്കിന്റെ മുൻഭാഗത്തുള്ള 2 ടയറും അതിന് നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടുവെന്ന് മനാഫ് അറിയിച്ചു. ബാക്കി മണ്ണിനടിയിലാകുമുള്ളത്. ലോറി തലകീഴായി കിടക്കുന്ന നിലയിലാണുള്ളതെന്നും മാൽപ്പെ പറഞ്ഞതായി മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ ഈശ്വർ മാൽപ്പെ രാവിലെ അക്വേഷ്യ തടിക്കഷ്ണം മുങ്ങിയെടുത്തിരുന്നു. ശിരൂർ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരക്കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അപകടം. ഡ്രൈവർക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ആലപ്പുഴ കളർകോട് കുന്നാന്തറ പുത്തൻവീട്ടിൽ രമേശാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ മരുത്തൂർവട്ടം പോറ്റിക്കവലയ്ക്ക് കിഴക്കുവശം വെച്ചാണ് അപകടം. മൃതദേഹം ചേർത്തല KVM ആശുപത്രിയിൽ. മകളുടെ കാമുകനെ പിതാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക ദൃക്സാക്ഷിമൊഴി. കൊല്ലം ഇരട്ടക്കടയിലെ 19കാരന്റെ കൊലപാതകത്തിൽ നിർണായക ദൃക്സാക്ഷിമൊഴി പുറത്ത്. പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് പ്രസാദ് അരുണിനെ കുത്തിയതെന്ന് സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷി ആണ്ടൽ വിനോജ് പറഞ്ഞു. ആണ്ടലിനൊപ്പമാണ് അരുൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. അരുണിനെ കുത്താനുള്ള ശ്രമം തടഞ്ഞ തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചു. കുത്തേറ്റ അരുണിനെ താൻ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും ആൻഡ്രൽ പറഞ്ഞു. അജിത് കുമാറിന് മുഖ്യന്റെ സംരക്ഷണം ഉടൻ മാറ്റില്ല. ADGP MR അജിത് കുമാറിനെ ഉടൻ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും അജിത് കുമാറിനെ കൈവിടില്ലെന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. ADGPയെ തൽക്കാലം മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കൂ എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കാൻ CPI അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഗൌരവതരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 24-ന് ലഭിക്കുമെന്നും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത പോലീസ്. US സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വാരണാസിയിലെ സിഗ്ര പോലീസ് സ്റ്റേഷനിൽ BJP നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സിഖ് വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് അശോക് കുമാർ ആരോപിച്ചു. ദില്ലിയിലും രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട്.